കലാഭവൻ മണിയുടെ അനുജൻ രാമകൃഷ്ണൻ എന്നല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊന്നും അധികമാർക്കും അറിയില്ലായിരുന്നു. പക്ഷേ ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് മലയാളികൾ എല്ലാവരും അറിഞ്ഞു രാമകൃഷ്ണൻ ആരാണെന്ന്. രാമകൃഷ്ണന് പിന്തുണയുമായി കേരളക്കര മുഴുവനെത്തി. ഒരു സ്ത്രീക്കെതിരെ, സത്യഭാമ എന്ന കലാമണ്ഡല കലാകാരിക്കെതിരെ എല്ലാവരും തിരിഞ്ഞു. അത് രാമകൃഷ്ണൻ്റെ പവർ തന്നെയാണ്. 30 പൈസ ഇല്ലാത്തതിനാൽ തൃപ്പൂണിത്തുറയിൽ നിന്ന് ചാലക്കുടി വരെ നടന്ന പഠനകാലമുണ്ടായിരുന്ന വ്യക്തി, കഞ്ഞിവെള്ളം ഉച്ചഭക്ഷണമായി കുടിച്ചിരുന്ന വ്യക്തി, മോഹിനിയാട്ടത്തിൽ ഡോക്ടറേറ്റ്, ജാതിലിംഗ വിവേചനത്തിനെതിരെ നിരന്തരം പോരാട്ടം, ചിരിയുടെ അനുജൻ ചിലങ്കയുടെ തോഴൻ. RLV രാമകൃഷ്ണൻ്റെ അതിജീവന കഥയാണ് ഒരുപാടുള്ളത്. വെറുപ്പിൻ്റെയും അവഗണനയുടെയും വേദന എൻ്റെ കലാജീവിതത്തിൽ ഒത്തിരി അനുഭവിച്ചിട്ടുള്ളതാണ്. നമ്മൾ പുറമേനി കാണുന്നത് പോലെയല്ല. ലോകം താനും ഞാനൊക്കെ വിട്ടുകൊടുക്കാത്ത പോരാടിയാണ് ഇവിടെ വരെ എത്തിയത്. മലയാള സിനിമയുടെ ചരിത്രം തിരുത്തിയ നടൻ കലാഭവൻ മണി 2005 ഒരു അഭിമുഖത്തിൽ പറയുന്നതാണിത്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും കറുപ്പ് വെളുപ്പ് ബന്ധങ്ങളെക്കുറിച്ച്, ജാതി വിവേചനത്തെക്കുറിച്ചുമൊക്കെയാണ് സംസാരിക്കുന്നതെങ്കിൽ എത്രമാത്രം പിന്നോട്ട് പോകുന്നു മലയാളികൾ എന്ന് വ്യക്തമാണ്. അതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് കലാഭവൻ മണിയുടെ സഹോദരനും നൃത്ത കലാകാരനുമായ RLV രാമകൃഷ്ണൻ ഇപ്പോൾ നേരിടുന്ന അധിക്ഷേപം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ജാസി ഗിഫ്റ്റ് എന്ന പാട്ടുകാരൻ വേദിയിൽ അപമാനിക്കപ്പെട്ടത്. കോളേജിലേക്ക് ക്ഷണിച്ചു വരുത്തിയ വ്യക്തി ജാസി ഗിഫ്റ്റിന്റെ കയ്യിൽ നിന്നും പ്രിൻസിപ്പൽ ബലമായി മൈക്ക് പിടിച്ചു വാങ്ങിയ വിവാദമായിരുന്നു. ജാസി ഗിഫ്റ്റ് അപമാനിക്കപ്പെട്ട ആഴ്ച പോലും തികയുന്നതിന് മുൻപ് അടുത്തതാ ഈ സംഭവം. സത്യഭാമയുടെ ആരോപണം തനിക്കെതിരെയാണെന്ന് പറഞ്ഞ RLV രാമകൃഷ്ണൻ തന്നെയാണ് രംഗത്തെത്തിയത്. കലാമണ്ഡലം എന്ന അതുല്യനാമം പേരോട് ചേർത്ത് വയ്ക്കുന്ന ഒരു കലാകാരി വീണ്ടും വീണ്ടും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. തനിക്ക് കാക്കയുടെ നിറമാണെന്നും തന്നെ കണ്ടാൽ പെറ്റ തള്ള പോലും സഹിക്കില്ല എന്നും ഇവർ പറഞ്ഞു. ഇതാദ്യമായല്ല കലാമണ്ഡലം സത്യഭാമ തന്നെ അധിക്ഷേപിക്കുന്നത്. താൻ മോഹിനിയാട്ട രംഗത്ത് നിലകൊള്ളുന്നതും മോഹിനിയാട്ടത്തിൽ PhD എടുക്കുന്നതും ഇവർക്ക് താല്പര്യമില്ലായിരുന്നു. ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരു പട്ടികജാതി കലാകാരന് നൃത്തരംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്നുള്ളതെന്ന് അദ്ദേഹം പ്രതികരിച്ചു. ഈ സംഭവത്തിൽ നിയമ നടപടിക്ക് ഒരുങ്ങുന്നതായും RLV രാമകൃഷ്ണൻ പ്രതികരിച്ചിട്ടുണ്ട്. സത്യഭാമയുടെ വിവാദ പരാമർശത്തെ എതിർത്ത കലാരംഗത്തു നിന്നും പൊതുരംഗത്തു നിന്നും രാഷ്ട്രീയ രംഗത്തു നിന്നും നിരവധി ആളുകളാണ് രംഗത്തെത്തിയിട്ടുള്ളത്. ഫലത്തിൽ രാമകൃഷ്ണനുള്ള പിന്തുണ ഈ സംഭവത്തോടെ കൂടുകയാണ് ചെയ്തത്. അതിഭീകരമായ ഒരു അതിജീവന സമരം തന്നെയാണ് RLV രാമകൃഷ്ണന്റെ ജീവിതം. കലാഭവൻ മണിയുടെ സഹോദരൻ എന്ന ടാഗ്ലൈൻ മാത്രം ഒതുക്കപ്പെടേണ്ട ആളല്ല MG സർവകലാശാലയിൽ നിന്ന് മോഹിനിയാട്ടം MAയിൽ 1ാം റാങ്ക് നേടിയ ഈ മിടുക്കൻ. പിന്നീട് ഡോക്ടറേറ്റും എടുത്ത് ജീവിതം നൃത്തത്തിനായി ഒഴിഞ്ഞുവെച്ച ഈ കലാകാരനെ എന്തുകൊണ്ടും അപമാനിക്കാൻ ഒട്ടും അർഹതയില്ലാത്ത ഒരു വ്യക്തി തന്നെയാണ് സത്യഭാമ എന്ന് പറയാം. ആർക്കും ആരെയും അപമാനിക്കാൻ പറ്റില്ല. അയാൾ കളിക്കുന്ന നൃത്തം മോശമാണെങ്കിൽ അയാളുടെ മുഖത്ത് നോക്കി പറയാം. അല്ലാതെ അദ്ദേഹത്തിൻ്റെ നിറം, അദ്ദേഹത്തിൻ്റെ ജാതി പറഞ്ഞ് അദ്ദേഹത്തിനെ അധിക്ഷേപിക്കുക ചെയ്യുന്നത് വളരെയധികം മോശമായ കാര്യമാണെന്നും അത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് വളരെ തെറ്റായ കാര്യമാണെന്നും പറയുന്നു. ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് ജീവിച്ച വ്യക്തികളാണ്. ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ കലാഭവൻ മണിയായാലും സിനിമയിലേക്ക് എത്തിയതും വളരെ യാദർച്ഛികമായാണ്. മിമിക്രി വേദികളിലൂടെയും തമാശ രൂപേണ സ്കിറ്റുകൾ അവതരിപ്പിച്ചുമാണ് സിനിമയിലേക്ക് കലാഭവൻ മണി എത്തിയത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരനും എത്തിയത്. മോഹിനിയാട്ടത്തിലായിരുന്നു, ഇത് ഗംഭീര ഡാൻസർ ആയിരുന്നു എന്നൊക്കെ നമ്മൾ ഒരു ദിവസം കൊണ്ട് അറിഞ്ഞവർ പലരുമാണ്. ഇദ്ദേഹം നൃത്തം ചെയ്യുമെന്നും ഒരു കലാകാരനാണെന്നും അറിഞ്ഞവരുണ്ട്. RLV രാമകൃഷ്ണൻ എന്താണ്, ആരാണ് എന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് അദ്ദേഹം തന്നെ തെളിയിച്ചു. അദ്ദേഹത്തിനെതിരെ പറഞ്ഞ സത്യഭാമയ്ക്കെതിരെയാണ് ഇപ്പോൾ കടുത്ത വിമർശനങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.